ഇത്തിരി ഒത്തിരി കാര്യം ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പം ഞങ്ങൾ BTH എറണാകുളത്തെ BTHലാണ് താമസിക്കുന്നത്. അന്ന് മേനോൻ വിവാഹം കഴിഞ്ഞ സമയമാണ്. അപ്പോൾ പുള്ളി ഒരു അംബാസഡർ കാർ വാങ്ങിച്ചു, ഒരു വൈറ്റ് അംബാസഡർ കാറാണ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഫസ്റ്റ് ഷൂട്ടിങ് ഞങ്ങൾ ബോൾഗാട്ടി പാലസിലേക്ക് പോവാണ്. അപ്പോൾ ഞാനുണ്ട്, പിന്നെ മേനോൻ, പിന്നെ ഗോപി, അസോസിയേറ്റ് ഗോപി രാജാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കയറിയപ്പോൾ ഡ്രൈവറോട് ചോദിച്ചു, പെട്രോളൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് മൂവ് ഒരു 2 ഫുള്ളാങ് പോയപ്പോഴത്തേക്ക് വണ്ടി ഇടിച്ച് നിന്ന്. മേനോൻ ചോദിച്ചപ്പോൾ എന്താ പെട്രോളില്ല എന്ന് പറഞ്ഞു. മേനോൻ അപ്പോഴും അപ്സെറ്റ് ആയി. ഫസ്റ്റ് ഡേ ഷൂട്ടിങ് പോവുകയാണ്. പിന്നെ ഞാൻ വേറെ വണ്ടി വരുത്തി ഞങ്ങൾ പോയി. അത് വേറെ സംഭവം ഉണ്ടായ ദിവസം ഉച്ചയ്ക്ക് ഷൂട്ടിങ് കഴിഞ്ഞു. അപ്പോൾ അന്ന് പുള്ളിയുടെ വൈഫ് പിന്നെ കൊല്ലത്തെ വീട്ടിലാണ്. പുള്ളി വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പുള്ളിയും ഗോപിയും കൂടെ, അസോസിയേറ്റ് ഗോപിയും കൂടെ കാർ യാത്ര ചെയ്യുന്നു. 4 കഴിഞ്ഞപ്പോഴത്തേക്ക് മേനോൻ കുറച്ച് ഡ്രൈവിംഗ് ഒക്കെ അറിയാം. മേനോൻ പറഞ്ഞു, ഡ്രൈവർ ഉണ്ടായിരുന്നു, മേനോൻ ഓടിക്കാമെന്ന് പറഞ്ഞ് മേനോൻ ഓടിച്ച് ഒരു ഇലക്ട്രിക് പോസ്റ്റ് പോയി ഇടിച്ച് ഗോപിയുടെ കൈയൊക്കെ ഒടിഞ്ഞ് പ്രശ്നമായി. പിന്നെ വണ്ടി ഇത് കൊടുത്തു, പിന്നെ വണ്ടി മെയിൻ്റെനൻസിന് കൊടുത്തു. ഈ പടം ഷൂട്ടിന് തീരുന്നതിന് ഒരു 2 ദിവസം മുമ്പ് വണ്ടി വന്നപ്പോൾ ലാസ്റ്റ് അപ്പോഴത്തേക്ക് മേനോൻ്റെ വൈഫും സിസ്റ്ററും വന്നിട്ടുണ്ട്. മേനോനും ഞാനും. അപ്പോൾ ഞാൻ ഓച്ചറയാണ് എൻ്റെ വീട്. അപ്പോൾ ഓച്ചറയ്ക്ക് പോവാണ്. ഓൺ ദി വേ പുള്ളി കൊല്ലത്തേക്കാണ്. അപ്പം ഇറക്കാനായിട്ട് പോവാണ്. ഞങ്ങളിങ്ങനെ ഒന്ന് തോട്ടപ്പള്ളി കഴിയുമ്പോഴേ കൽപ്പകവാടി അവിടുത്തെ ഒരു റോഡിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഡീവിയേഷൻ ചെറിയ സംഭവമുണ്ട്. കോൺവോയ് ആയിട്ടൊക്കെ പോവാണ്. ഞങ്ങൾ വണ്ടി എടുത്തപ്പോഴത്തേക്ക് പെട്ടെന്ന് കുറേ ഒരു സാധനം ഇടിച്ച്, ഞങ്ങൾക്കിപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് ബസ് ഇടിച്ചിട്ട് അങ്ങോട്ട് കുഴിയിട്ട് വീഴാൻ തുടങ്ങുകയാണ്. നമ്മുടെ കാറെ ഇടിച്ചിട്ട് പറഞ്ഞാൽ ഒരു ഇത് വന്നു. അപ്പം ട്രാൻസ്പോർട്ട് ചെയ്യുവാൻ അവർ കേസ് എടുത്തേ പറ്റുള്ളൂ, കാരണം പിന്നെ വേറെ വഴിയില്ല. ശരി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു SI ഉണ്ട്. അപ്പോൾ SI പിന്നെ ഇപ്പം മേനെ ഒന്ന് പോപ്പുലറാണ്. അപ്പം SI പറഞ്ഞ് നിങ്ങളൊരു കൽപ്പകടി പോയിരിക്കുക. എന്നിട്ട് അവർ പോയി ഇരുന്നിട്ട് ഞാൻ ഈ കാറുമായിട്ട് അമ്പലപ്പുഴ സ്റ്റേഷനിലേക്ക് പോന്നു. സ്റ്റേഷൻ ഒരു ചെറിയ ഗേറ്റിൽ കൂടെയാണ്. ആ ഗേറ്റിൽ ഈ ഡ്രൈവർ പേടിച്ചു. അങ്ങനെ ഇടിയുടെ ഒരു പൂരവരുതി കാറിന്. ഞാനവിടെ പോയി കേസൊക്കെ കൊടുത്തു. കേസെല്ലാം രജിസ്റ്റർ ചെയ്തു. പക്ഷേ സംഭവിച്ചതെന്ന് കേസിനായിട്ടൊരു പിന്നെ ഇത് വന്ന് എൻ്റെ വീട്ടിൽ ഞാനൊന്ന് ചെന്നൈ താമസിക്കുകയാണ്. അമ്മയ്ക്കൊരു ഇത് വരുന്നു കോടതി ഹാജരാണെന്ന് പറഞ്ഞിട്ട്. അമ്മ കോടതി ചെന്നപ്പോൾ ആയിരുന്നത്, അതായത് അവിടെ എഴുതിയേക്കുന്നത് ഒരു പേജിനകത്ത് കൊട്ടുപ്പള്ളി ഇല്ലത്ത് കുഞ്ഞുലക്ഷ്മി അന്തർജനത്തിൻ്റെ മകൻ എഴുതിയിട്ട് അപ്പുറത്തെ എൻ്റെ പേര് അടുത്ത പേജിലാണ്. പക്ഷേ ഇവർ പിന്നെ അത് അടുത്ത പേജ് നോക്കാതെ അമ്മയുടെ പേരിലാണ് ഇത് വാറണ്ട് അയച്ചത്. പിന്നെ അതുകൊണ്ട് അങ്ങനെ ഞാൻ കാരണം അമ്മ ഒന്ന് കോടതി കയറേണ്ടി വന്നു. 1982 ഞാൻ വിവാഹം കഴിക്കുന്നത്. മിനി പെൺകുട്ടിയാണ്. ആ സമയത്ത് എനിക്ക് പ്രത്യേക ജോലിയൊന്നുമില്ല. അതായത് ഇതുപോലെ ചെറിയൊരു വർക്കുകളായിരുന്നു. പക്ഷേ ആ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് വർക്കുകളൊന്നും വരുന്നില്ല. സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നമായിട്ട് മാറി. എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴാണ് ഞാൻ ഈ പണ്ടത്തെ എന്നെ അഡ്മിഷൻ തരാമെന്ന ഒരു KS പരമേശ്വരൻ എന്നുള്ള പാർട്ടിയില്ലേ, അദ്ദേഹം അക്ഫ ഗവൺമെൻറ് വർക്ക് ചെയ്തത്. അദ്ദേഹത്തിന് ഞാൻ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ പോയി കണ്ടു. അന്ന് ആ സമയമായപ്പോഴത്തേക്ക് അദ്ദേഹം അക്ഫ ഗവൺമെൻറ്റൊക്കെ വിട്ടിട്ട് സ്വന്തമായിട്ടൊരു ഹാൻഡ്ലൂം എക്സ്പോർട്ടിങ് കമ്പനി, അത് വളരെ പോപ്പുലറായിട്ട് മാറി. അവർക്ക് ന്യൂയോർക്കിൽ വരെ അവർക്ക് പിന്നെ ഓഫീസൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം പിന്നെ ഇവിടെ എക്സ്പോർട്ടിൽ ഈ കമ്പനി ചേരുക, നല്ല ഫ്യൂച്ചറാണ്, പിന്നെ വേണമെങ്കിൽ അമേരിക്കയിലേക്ക് അവിടേക്ക് ന്യൂയോർക്കിലെ ഇതായിട്ട് അയക്കാം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വേറെ മാർഗ്ഗമില്ല. അവിടെ പോയി അവിടെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന 500 രൂപയാണ് പിന്നെ മാസം നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വർക്ക് ചെയ്തൊരു, പക്ഷേ എനിക്ക് അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് അദ്ദേഹം അമേരിക്ക എന്നൊക്കെ പറഞ്ഞ് ചില പ്രൊമോഷൻ പറഞ്ഞ ഇഷ്ടമൊന്നും കിട്ടുന്നില്ല. 500 രൂപയ്ക്ക് അപ്പുറത്തോട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഈ ഷാജി എന്നുള്ള ഒരു പിന്നെ ഡയറക്ടർ, പുള്ളി സീരിയൽ ചെയ്ത പാർട്ടിയാണ്. അദ്ദേഹം പരസ്പരം എന്നൊരു പടം ചെയ്യുന്നുണ്ട്. അത് ഈ ജോസ് പ്രദേശാണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അതിൽ ഷാജിയും എനിക്ക് നേരത്തെ അറിയാം. അദ്ദേഹം എന്നെ വിളിക്കുന്നു. അങ്ങനെ ഞാൻ വീണ്ടും സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിലേക്ക് പോകുന്നു. ഒന്നൊരു പടം ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കിട്ടുന്ന ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ദൂരദർശനിൽ തന്നെ ഒരു സ്ട്രിംഗർ ക്യാമറ ആയിട്ട് മാറുകയാണ്. സ്ട്രിംഗർ എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഈ നേരത്തെയുള്ള എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബോളക്സിൻ്റെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, റിവേഴ്സൽ ഫിലിം. ഞാനൊരു 10 പിന്നെ ഒരു 1000 കൂടുതൽ ന്യൂസ് കവർ ചെയ്തിട്ടുണ്ട് ഫിലിമിൽ. പക്ഷെ അന്നൊക്കെ ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും അവിടെ VIP ആണ്. അവിടെ പോയി വേറെ ഒരു വീഡിയോ ക്യാമറയോ ഒന്നുമില്ല. നമ്മളെ അവിടെ ട്രീറ്റ് ചെയ്യുന്നതും ഇപ്പോൾ ഞാൻ കൂടുതൽ വർക്ക് ചെയ്ത് പോണ്ടിച്ചേരിയിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ റൂം തരും, അവിടെ വണ്ടി അറേഞ്ച് ചെയ്യും, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ ഇൻസിഡൻ്റ് ഉണ്ടാകുന്നത്, പിന്നെ
ഒരിക്കലും അന്ന് കേരളം നമ്മുടെ ഏരിയ വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ചില ഫംഗ്ഷൻസൊക്കെ കവർ ചെയ്യാൻ വരും. എനിക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ അത്താണി എന്നൊരു സ്ഥലത്ത് ഒരു ഫോർജിങ് കമ്പനിയുടെ ഒരു ഇന്നോവേഷൻ, അന്ന് CM ആയിരുന്ന ശ്രീ കരുണാകരൻ ആണ് അതിൻ്റെ ഇന്നോവേറ്റ് ചെയ്യുന്നത്. അന്ന് CM ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അതൊക്കെ ഒരുപാട് റെയിൽവേ കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് അവിടുത്തെ റെയിൽവേ PRO പരിചയമുണ്ട്. അവിടെ അവരെ വിളിച്ച് അല്ലെ അവർ കോൺടാക്ട് ചെയ്താൽ EQ, അതായത് ടിക്കറ്റ് കൺഫർമേഷൻ കിട്ടുമായിരുന്നു. പിന്നെ ഒരു തൃശ്ശൂരാണ് അറിയാം. അപ്പം ഞാൻ തൃശ്ശൂരേക്ക് ഒരു ട്രെയിനിൽ കയറുന്നു. അത് ശരിയായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. ഇങ്ങനെ എവിടെ പെട്ടെന്ന് ഒരു ഉണർന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു സ്റ്റേഷൻ വിട്ടു പോകുന്ന സൗണ്ട് എനിക്ക് തോന്നി. അപ്പോൾ ആരോട് ചോദിച്ചു, തൃശ്ശൂരായെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു തൃശ്ശൂരാണ് ഇപ്പോൾ കഴിഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ ടെൻഷനായി. എൻ്റെ അടുത്ത ആലുവയാണ്. ആലുവ ഇറങ്ങി അവിടെ നിന്നൊരു ബസ്സിൽ കയറി, ബസ് ഇടയ്ക്ക് അവിടെ കാപ്പി പിടിക്കാൻ നിർത്തുന്നു. എനിക്ക് ടെൻഷനാണ്. 8 മണിക്കാണ് ഈ ഫംഗ്ഷൻ. അങ്ങനൊരു 7-7:15 ആയപ്പോഴത്തേക്ക് തൃശ്ശൂരെത്തി, ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോഴേ ഒരു പോലീസുകാരോട് ചോദിച്ചു, ഇവിടെ അത്താണിയിൽ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ചോദിച്ചു, ഈ അത്താണിയാണോ മറ്റേ അത്താണിയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് CMൻ്റെ ഫംഗ്ഷനാണെന്ന് പറഞ്ഞു. പറഞ്ഞു CM രാമനിലയത്തിലുണ്ട്, അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയെ ഓട്ടോ വിളിച്ചു തന്നു. ഞാനവിടെ ചെല്ലുന്നു. പക്ഷേ അങ്ങനെ അവിടെ പോയി അത് കവർ ചെയ്യാൻ പറ്റി. അതുപോലെ ഇതുകൊണ്ട് ഈ സ്റ്റിംഗറായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് പല അനുഭവമുണ്ട്. ഒരിക്കലും ഒരു കവറേജ് വേണ്ടി ഞാൻ മധുരയ്ക്ക് പോവാണ്. ചെന്നൈയിൽ നിന്ന് മധുരയ്ക്ക് ബസ് കയറി പോകുന്നു. അതുകൊണ്ട് 5-10 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ ചെല്ലുകയാണ്. ഒരു വലിയ ഫംഗ്ഷനാണ്. ഞാനവിടെ ചെല്ലുമ്പോഴറിയുന്നത് അവിടെ വലിയൊരു അതുള്ള ഒരുക്കം കാണുന്നില്ല. ഒരു ഫ്ലെക്സോ ഫ്ലെക്സോ എന്നല്ലാതെ ഈ തോരണോ ഒന്നും ബോർഡൊന്നും കാണുന്നില്ല. അവിടെ ചെന്നപ്പോൾ അറിയുന്നത് ഇത് ഒരു മാസം മുമ്പ് നടന്ന സംഭവമാണ്. ഇവർ താങ്ക്സ് കാർഡ് അയച്ചു ദൂരദർശന്. ഞാൻ കവർ ചെയ്തതിന് താങ്ക്സ് പറഞ്ഞിട്ട് ഉടനെ അവർ അസൈൻ ചെയ്തതാണ്. അതൊരു ബൈ മിസ്റ്റേക്ക്. അപ്പോൾ എനിക്ക് എൻ്റെ പൈസയും പോയി, സമയം പോയി. അങ്ങനെ സ്ട്രിംഗറാണ്. പക്ഷേ എങ്കിലും സ്ട്രിംഗർ എനിക്ക് ഒരുപാട് അത് കഴിഞ്ഞപ്പോഴത്തേക്കൊരു സ്ട്രിംഗർഷിപ്പ് തന്നെ ഒരു ഫിലിമിൽ നിന്ന് വീഡിയോയിലേക്ക് മാറി. പക്ഷേ വീഡിയോയിലേക്ക് മാറിയപ്പോഴത്തേക്ക് അത് ഞാൻ സിനിമയിലൊക്കെ സജീവമാകാൻ തുടങ്ങിയുണ്ട്. പിന്നെ ഞാൻ വേറെ ആളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ എനിക്കൊരു വേറൊരു ബ്രേക്ക് എന്ന് പറയാനുള്ളത് ഈ 3D സിനിമയാണ്. ഈ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്നുള്ള പടം, അത് ഈ KR എന്നുള്ളതിൻ്റെ ഫ്രണ്ടാണ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നത്. അത് തമിഴിലും തെലുങ്കിലും പുള്ളി എടുത്തു. തെലുങ്കിൽ പുള്ളി വേറൊരാൾക്ക് കൊടുത്തു. പക്ഷേ തമിഴ് പുള്ളി തന്നെ റിലീസ് ചെയ്തു. അത് കേരളത്തിലെ പോലെ ഒരു ബമ്പർ ഹിറ്റായിരുന്നു തമിഴ്നാട്ടിൽ. അതിന് പുള്ളിക്ക് വളരെ നല്ല ലാഭം ഉണ്ടായി. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ കാർഡ് ശരിയാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ എല്ലാം ഫോട്ടോ പ്രിൻ്റ് ആണ് ഈ തിയേറ്ററിൽ പൊട്ടിക്കുന്നത്. അപ്പോൾ ഞാൻ RK ആയിട്ട് സംസാരിച്ചു. അപ്പം RK സജഷൻ പറഞ്ഞതനുസരിച്ച് ഒരു 2-3 ലെയറിലായിട്ട് ഇങ്ങനെ ക്ലിയർ സെല്ലിൽ കട്ടൗട്ട് ചെയ്ത് ഒട്ടിച്ച് നമുക്ക് 3D കിട്ടും. അത് 3D ഫീൽ കിട്ടും. അപ്പം അങ്ങനെ ചെയ്തിട്ട്, പക്ഷേ അത് ഒരുപാട് ഓഡിയൻസിന് പബ്ലിക്കിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നത്. അങ്ങനെ ഒരുപാട് ഒരു കാർഡുകൾ ചെയ്തിരുന്നു. ഈ കുട്ടിച്ചാത്തൻ്റെ വിജയത്തിന് ശേഷം KR ഒരു തെലുങ്കോടം പ്ലാൻ ചെയ്യുന്നു, 3D തന്നെ. അത് 86 ആ സമയത്താണ് 86 ആ സമയത്താണ്. അപ്പോൾ അത് തെലുങ്കിൽ അതിൻ്റെ പേര് ജയ് ഭേദാൾ എന്നാണ്. അത് വിട്ലാചാര്യ ശ്രീനിവാസ് ആണ് അത് ഡയറക്റ്റ് ചെയ്തത്. പിന്നെ മാധവി അഭിനയിക്കുന്നുണ്ട്. ആ പടം അത് 3D ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ക്യാമറയും അതിൻ്റെ ലെൻസുകളും അത് സ്റ്റീരിയോവിഷൻ ലെൻസാണ്. അത് കുട്ടിച്ചാത്തന് ഉപയോഗിച്ച അതേ ലെൻസ് നവോദയയുടെയാണ്. പിന്നെ ക്യാമറയും നവോദയയുടെ ക്യാമറ. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ജിജോ ഉണ്ടായിരുന്നു, ടെക്നിക്കൽ സപ്പോർട്ടിനായിട്ട് ജിജോ ഉണ്ടായിരുന്നു KRനോട്. KRന് പിന്നെ ജിജോയ്ക്ക് പരിചയമുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ഈ 3Dക്കകത്ത് വേണ്ടത് 2 പേരുണ്ട്. അതൊരു ഈ സ്റ്റീരിയോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഈ 3D അലൈൻമെൻറ്റ് അതെല്ലാം വർക്ക് ചെയ്ത് കറക്റ്റ് 3D കൊണ്ടുവരുന്നത് സ്റ്റീരിയോഗ്രാഫറുടെ ജോലിയാണ്. പക്ഷേ സാധാരണ സിനിമ പോലെ ഒരു DOP ഉണ്ടാകും, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. അദ്ദേഹമാണ് ലൈറ്റ് ചെയ്യുന്നതും ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ ഇത് 2 ഇതുണ്ട്. ഒരു സ്റ്റീരിയോഗ്രാഫറും വേണം, ഒരു DOPയും വേണം. അപ്പോൾ അതിനകത്ത് DOP ആയിട്ട് വന്നൊരു ജോൺ ട്രിപ്കാലിസ് എന്ന് പറഞ്ഞിട്ട് ഹോളിവുഡിൽ നിന്നുള്ള പാർട്ടിയാണ്. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ഷൂട്ടിങ് ചെന്നൈയിലാണ്. അദ്ദേഹത്തിന് സവേര ഹോട്ടൽ, അതായത് സ്റ്റാർ ഹോട്ടലാണ്, അവിടെ താമസിക്കുന്നു. പിന്നെ പേയ്മെൻറ്റും ഡോളറിലാണ്, വലിയ എമൗണ്ടാണ്. അപ്പോൾ ഈ ജിജോയും KRും കൂടെ തീരുമാനിക്കുന്നു, നമുക്ക് നമ്മുടെ ഒരാളിനെ ട്രെയിൻ ചെയ്യിക്കണം, അല്ലെങ്കിൽ മറ്റേ ആൾ പുള്ളിയെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല ത്രൂ ഔട്ട്. കാരണം ഈ പടം ഒരു 3 months ഷെഡ്യൂളാണ് പ്ലാൻ ചെയ്തത് ടോട്ടലായിട്ട്. അപ്പോൾ ശരി, അങ്ങനെ നോക്കിയപ്പോഴത്തെ KR എന്നോട് ചോദിച്ചു. ഞാൻ ആദ്യം ഒന്ന് മടിച്ചു. എന്നിട്ട് ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഒരു ഷൂട്ടിങ്ങിൽ ഒരു 3 days മുമ്പ് തന്നെ നമ്മുടെ ഈ ജോൺ ട്രിക്വാലിസ് ഇവിടെ ചെന്നൈ വന്നു. ഞങ്ങൾ ഡിസ്കഷൻ ഉണ്ടായി. പിന്നെ ഇപ്പോൾ ഡയറക്ടറായിട്ട് DOP ആണ്, W ചന്ദ്രൻ എന്നാണ് DOPയുടെ പേര്. അദ്ദേഹമായിട്ട് ചെയ്യുമ്പോഴൊക്കെ ഞാനും കൂട്ടിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി ബേസിക്കലി ഇതിനെപ്പറ്റി ഞാൻ പഠിക്കുന്നുണ്ട്.
പിന്നെ ഗുണമുണ്ടായത് ഫസ്റ്റ് ഡേ തന്നെ പുള്ളി എന്നോട് തന്നെ 3D അലൈൻ ചെയ്യാൻ പറയും. പുള്ളി ഒരു ചാർട്ട് വെച്ചിട്ട് അത് അവിടെ കൺവേർട്ട് ചെയ്യുക, അതിൻ്റെ പാരലാക്സ് ആണ് മെയിൻ, അത് റീഡ് ചെയ്യുക. അങ്ങനെ പറഞ്ഞ് ഒരു 3 വീക്സ് മുമ്പ് തന്നെ അദ്ദേഹം തിരിച്ചു പോയി. പിന്നെ ഒരു 100 days ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. 100 days ഞാനാണത് ഷൂട്ട് ചെയ്തത്, ഒരു 3D വർക്ക് ചെയ്തത്. അതെനിക്ക് കിട്ടിയ വലിയ ഒരു ബ്രേക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തൊരു വേറെ 3D പ്രോജക്റ്റ് വന്നു. അത് നിവാസ് എന്നുള്ളൊരു ക്യാമറമാനാണ്. പുള്ളി തമിഴിലെ ഒരു 16 വയതിലേക്ക് ചെയ്ത പാർട്ടിയാണ്. അന്ന് ഭാരതരാജയുടെ ഒരു സ്ഥിരം ക്യാമറമാനായിരുന്നു. പുള്ളി അന്ന് ഓർവോ ഫിലിമിൽ ഒരു റെക്കോർഡ് സൃഷ്ടിച്ച മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷൻ വെഞ്ചറായിരുന്നു. അത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തലക്കോണം എന്ന് പറയും, ആന്ധ്രാപ്രദേശിൽ. അതൊരു പിന്നെ 87 ആ സമയത്തായിരിക്കും തോന്നുന്നു. അവിടെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നു. അവിടെ ലൈറ്റൊന്നുമില്ല, കുറേ റിഫ്ലക്റ്റേഴ്സും ഒക്കെ മാത്രമേ ഉള്ളൂ. അതൊരു ജമുന എന്ന് പറഞ്ഞൊരു ബോംബെ ലേഡിയാണ്. ഇതൊരു പടത്തിൻ്റെ പേര് ലേഡി ടാർസൻ. ഇതൊരു ലേഡിയാണ് ടാർസനെ പോലെ പിന്നെ ഗെറ്റപ്പ് ചെയ്ത ഒരു കാട്ടിൽ ജനിക്കുന്ന ഒരു കഥയാണിത്. അപ്പം അതിന് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ 2C ക്യാമറയാണ്. അപ്പോൾ അതിനകത്തൊരു ഈ വ്യൂ ഫൈൻഡറൊക്കെ സൈഡ് വെച്ച് നമുക്കൊരു ബെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിവാസ് നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് പറ്റില്ല, എന്നോട് ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം നിവാസ് ഡയറക്റ്റ് ചെയ്യും, ഞാൻ ഓപ്പറേറ്റ് ചെയ്യും. അതായത് സ്റ്റീരിയോഗ്രാഫി പ്ലസ് ഓപ്പറേഷൻ കൂടെ ഞാൻ എടുത്തു. പിന്നെ ഒരു മൂർത്തി എന്ന് പറയും, അവേഷൻ മുഹിയൊക്കെ ഷൂട്ട് ചെയ്ത ക്യാമറയാണ്. അദ്ദേഹം അന്ന് ഈ നിവാസിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പം മൂർത്തി പിന്നെ റിഫ്ലക്റ്റ് വെച്ച് ലൈറ്റപ്പ് ചെയ്യും, റീഡിങ് എക്സ്പോഷറൊക്കെ പറഞ്ഞു തരും. അങ്ങനെ ഒരു മാസം ഷൂട്ട് ചെയ്തു. പിന്നെ ഒരു ഗ്യാപ്പായി. പിന്നെ അതിനുശേഷം ഒരു 60 days ടോപ്പ് സ്ലീപ്പ് എന്ന് പറയും, അതായത് പൊള്ളാച്ചിക്ക് അടുത്ത്. പക്ഷേ ഇത്രയൊക്കെ ആയിട്ട് പോലും പിന്നെ വന്നപ്പോഴത്തേക്ക് 3Dയുടെ ഒരു ചാം പോയി. 3D ആർക്കും വേണ്ട. അപ്പോൾ ഈ 3D ഉള്ള ചാം നിന്ന് പോയപ്പോഴത്തേക്ക് ഈ നാഗേശ്വര റെഡ്ഡി എന്നുള്ള ആളാണ് ഇതിൻ്റെ പുതിയ പ്രൊഡ്യൂസർ. അപ്പോൾ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത് നമുക്കിതൊരു സിനോസ്കോപ്പിൽ ഷൂട്ട് ചെയ്യാം. പിന്നെ നേരത്തെ എടുത്ത ഫുട്ടേജ് നമുക്ക് പിന്നെ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും സിനോസ്കോപ്പിലേക്ക് എന്ന് പറഞ്ഞു. അപ്പം അന്ന് ഞാനും ഒരു ഇൻഡിപെൻഡൻ്റ് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ലൈറ്റ് മീറ്റർ സാധനമുണ്ട്. അതായത് ലൈറ്റ് മെഷർ ചെയ്താലേ അതിൻ്റെ എക്സ്പോഷർ വെക്കാൻ പറ്റുള്ളൂ. അതനുസരിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഡിജിറ്റൽ ക്യാമറ പോലല്ല. കാരണം നമ്മൾ മാനുവലായിട്ട് ഇത് റീഡ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫിലിമിൽ കറക്റ്റായിട്ട് വരികയുള്ളൂ. അപ്പോൾ അദ്ദേഹം എനിക്ക് 5000 രൂപ വരുന്നു. അതുകൊണ്ട് ഞാനൊരു എക്സ്പോഷർ മീറ്റർ വാങ്ങിക്കുന്നു. അതായത് ഒരു സീക്കോണിക്കിൻ്റെയാണ് ഒരു പഴയ ടൈപ്പ് വാങ്ങിക്കുന്നു. പക്ഷേ ആ പടം ഞാനൊരിക്കലും എൻ്റെ സ്വന്തം പടമായിട്ട് ഞാൻ ഒരു ലേബൽ ചെയ്യാറില്ല. കാരണം അതൊരു എൻ്റെ പടമല്ല, അതൊരു നിവാസ് ചെയ്ത പടം. ഞാൻ കുറേ വർക്ക് ചെയ്തതേ ഉള്ളൂ. പക്ഷേ അത് പടം ചെയ്തുകൊണ്ട് എനിക്ക് ഗുണമുണ്ടായി. അടുത്തൊരു പടം, അതായത് KRൻ്റെ ഒരു പടമാണ്. KR ഫൈനാൻസ് ചെയ്യുന്നു. ഒരു തമിഴ് മണി പ്രൊഡ്യൂസ് ചെയ്തൊരു പടം. അന്ന് 88 സമയത്ത് 88ലാണ് ഷൂട്ട് തുടങ്ങുന്നത്. അതൊരു പടത്തിൻ്റെ പേര് ശോലൈക്കുയിൽ. അതൊരു കോതഗിരി എന്ന് പറയും, അതായത് ഊട്ടി പിന്നെ നീലഗിരി ഹിൽസിലുള്ള സ്ഥലമാണ്. അതായത് പിന്നെ ഈ കോതഗിരി എന്ന് പറയുന്നത് ഒരു മനോഹര സ്ഥലമാണ്. ഊട്ടി പോലെ പിന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്ത സ്ഥലമല്ല, ഒരു വെർജിൻ ആയിട്ടുള്ളൊരു സ്ഥലമാണത്. അപ്പോൾ അതിനകത്ത് പിന്നെ രാജൻ എന്നുള്ള പുതിയ ഡയറക്ടർ, തമിഴ് മണി ഇതുണ്ട്, പിന്നെ KR ആണ് ഫൈനാൻസ് ചെയ്യുന്നത്. അതിലെ ഹീറോ കാർത്തിക്, പിന്നെ രാഗിണി ആണ് എൻ്റെ നായിക. രാഗിണി പറഞ്ഞാൽ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. ഈ പടത്തെ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ പടം തുടങ്ങി ഒരു 3-4 ദിവസം കഴിയുമ്പോഴാണ് കാർത്തിക് അവിടെ ലൊക്കേഷൻ വരുന്നത്. അപ്പം കുറച്ച് ദൂരെ മാറി രാഗിണി ഇരിപ്പുണ്ട്. അപ്പം കാർത്തികിൻ്റെ അടുത്ത് നീ സംസാരിക്കുമ്പോഴാണ് രാഗിണിയെ കണ്ടു. അപ്പം കാർത്തികിൻ്റെ ഫസ്റ്റ് കമൻറ്റ്, ഷീ ഗോട്ട് ലവ്ലി ഹെയർ എന്ന് പറഞ്ഞുള്ളൂ. കാരണം അവർക്ക് നല്ല ഹെയർ ഉണ്ടായിരുന്നു ബേസിക്കലി. അത് ഈ ഷൂട്ടിങ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് വരുമ്പോൾ ഭയങ്കര ലവായി. ഷൂട്ടിങ് നടക്കുന്നു. അതിനിടയ്ക്ക് ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു. അതിനിടയ്ക്കും ഇവർ തമ്മിലൊക്കെ ഇടയ്ക്ക് മീറ്റ് ചെയ്യുന്ന കുട്ടി വന്നിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇവരെ തെറ്റിപ്പിരിഞ്ഞു. സെക്കൻഡ് ഷെഡ്യൂൾ വരുന്നപ്പോഴത്തേക്ക് അതേ ലൊക്കേഷനാണ്. ആക്കിയപ്പോഴത്തേക്ക് ഇവരെയും മിണ്ടുന്നൊന്നുമില്ല. റൊമാൻറ്റിക് ടോട്ടലി ലവ് സ്റ്റോറിയാണത്. അപ്പം അങ്ങനെ ചെയ്താൽ പറ്റില്ല. പക്ഷേ എങ്കിലും ഞങ്ങൾ ഇങ്ങനെ മാനേജ് ചെയ്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഷോട്ടിനകത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്ലോപ്പ് ഓടി വരികയാണ്. ഓടി വരുമ്പോൾ കാർത്തിക് പുറകെ ചേസ് ചെയ്യുന്ന സംഭവമാണ്.
അപ്പോൾ സ്ലിപ്പായി താഴെ വീണു. താഴെ പെട്ടെന്ന് കാർത്തിക് പോയി എടുത്തു. അപ്പം വീണ്ടും പ്രേമം പുഷ്പിച്ചു അവർക്ക്. അപ്പം അവർ ലവായി. അപ്പം അതിന് ശേഷം ഇതിൻ്റെ ഒരു മാരേജ് ഞങ്ങളൊരു ഷൂട്ടിംഗ് നടക്കുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. പെട്ടെന്നൊരു വിവാഹം കഴിക്കേണ്ട ഒരു ആവശ്യം വന്നു. അത് KRൻ്റെ വീട്ടിൽ വെച്ചാണ്. KR അവർക്ക് പുടവ വാങ്ങിച്ചു കൊടുത്ത് അവർ സ്റ്റില്ലെടുത്തിട്ട് പിറ്റേ ദിവസം പേപ്പറിൽ ന്യൂസ് വരുന്നു, കാർത്തിക് തിരുമണമെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് വരുന്നുണ്ട്. പിന്നെ പടം ഷൂട്ടിംഗ് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ അതിനൊരു റിസപ്ഷൻ വെച്ചിരുന്നു. റിസപ്ഷനിൽ അന്ന് കലൈഞ്ജർ കരുണാനിധി രണ്ടാമത് മുഖ്യമന്ത്രിയായ സമയമാണ്. പുള്ളിക്ക് വളരെ ചാമായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പം അന്ന് അവിടെ എല്ലാ ആർട്ടിസ്റ്റുകളും വന്നിരുന്നു അവിടെ. അപ്പം അന്ന് ഫുള്ളായിട്ടത് ഞാൻ ഒരു 30 ഫിലിം ക്യാമറയിൽ 2C ക്യാമറയിൽ ഞാൻ ഫുൾ കവർ ചെയ്തു എല്ലാവരും. എന്നിട്ട് രജനികാന്ത്, കമലഹാസൻ എല്ലാവരും ഉണ്ട്, കലൈഞ്ജർ കരുണാനിധി വരെ വന്നിരുന്നു. ആ പടത്തിന് കൂടെ ഒരു സൈഡ് റീലായിട്ട് ആഡ് ചെയ്തു. ആളുകൾക്ക് ഈ സൈഡ് റീൽ വളരെ ഇഷ്ടപ്പെട്ടു. ഈ പല തിയേറ്ററുകാരും അന്ന് അവിടേക്കാണെങ്കിൽ തിയേറ്ററുകാരാണ് പടം വാങ്ങിക്കുന്നത്. അവർ സൈഡ് റീൽ ചോദിച്ച് വാങ്ങിക്കുമായിരുന്നു. ഈ ശോലയ്ക്കുവിന് ശേഷം ഞാൻ ചെയ്യുന്നതാണ് ഈർമാൻ രോജാവേ. അത് KR ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. അപ്പോൾ അതൊരു KRൻ്റെ തന്നെ സബ്ജക്റ്റാണ്. ഇതൊരു ചെറിയൊരു ഹിന്ദി ഒരു കഥയെടുത്ത അഡാപ്റ്റേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മ്യൂസിക് ഇളയരാജയാണ്. നല്ല പാട്ട് കമ്പോസ് ചെയ്ത് കൊച്ചിയിൽ വെച്ചാണ് കമ്പോസ് ചെയ്യുന്നവർ. പാട്ട് നല്ല ഹിറ്റായത്. പിന്നീട് അതിൽ മെയിനായിട്ടൊരു നായകൻ അവരുടെ റൊമാൻറ്റിക് സ്റ്റോറിയാണത്. അപ്പം നായികയ്ക്ക് വേണ്ടി ഈ പല്ലം നോക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് KR ഒരു ചെറിയ പടം കാണിച്ചു. ഒരു കുട്ടിയുടെയാണ് സ്കൂളിലൊരു ഡാൻസ് ചെയ്യുന്നൊരു സ്കൂളിലൊരു ചെറിയ പടം. KR ഒന്ന് പോയി കാണണം, ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ വീട് ചെന്നൈയിലെ മൈലാപ്പൂരിലാണ്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കുട്ടി 9th പഠിക്കുകയാണ്. സ്കൂളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ പിന്നെയൊക്കെ ഇട്ടിരിക്കുന്നു. പിന്നെ ആര് സ്കൂളിൽ വന്ന് ഇരിക്കുകയാണ്. എങ്കിലും അവിടെ ചെറിയ ഫോട്ടോ എടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, അന്ന് നെക്സ്റ്റ് ഡേ എൻ്റെ ഹോളിഡേ ആണ്. ഞാൻ പറഞ്ഞു നാളെ രാവിലെ ഒന്ന് ഷാമ്പൂ ഒക്കെ ഇട്ട് ഒന്ന് ഇതായി നിൽക്കണം. അപ്പോൾ അത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അവിടെ ചെല്ലുന്നു. അവരുടെ വീട്ടിൽ ടെറസിൽ തന്നെ ഇത് വീഡിയോ എടുക്കുന്നു. വീഡിയോ എടുത്ത് ഞാൻ വീഡിയോ കണ്ട് KRൻ്റെ വീട്ടിൽ കാണിക്കുന്നു. KR കണ്ടുടനെ തന്നെ കുട്ടിയെ കാണാതെ ഈ കുട്ടിയുടെ അച്ഛനെ വിളിക്കുന്നു, സൈൻ ചെയ്യുന്നു. അതാണ് മോഹിനി. ഈർമാനിൽ വർക്ക് ചെയ്യുമ്പോൾ 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം ഈ തമിഴിലും പിന്നെ മലയാളത്തിലും ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ആ പടത്തിനകത്ത് മോഹിനി, പിന്നെ ശിവ എന്ന് പറയും. ശിവ ഒരു മലയാളിയാണ്. പിന്നെ ഈ മോഹിനിയുടെ അമ്മ ഒരു ബേസിക്കലി മലയാളിയാണ്. അച്ഛൻ ഒരു തമിഴ് ബ്രാഹ്മനാണ്. ഈ പടത്തിന് ഒരു പല ഷെഡ്യൂളിലാണ്. ഈ പടത്തിനകത്ത് പ്രത്യേകത ഉണ്ടായിരുന്നത്, പിന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത് ചെന്നൈയിലാണ്. അവിടെ പല കോളേജ് നോക്കി, പ്രസിഡൻസി കോളേജ് പലയിടത്ത് നോക്കി. എല്ലാം ഒരു ട്രൈ ഏരിയയാണ്. അങ്ങനെ ലയോള കോളേജ് ഉണ്ടായിരുന്നു, അവിടെ നോക്കി. അതും നോക്കി വളരെ മോശം. അപ്പോൾ നമ്മൾ ഷെഡ്യൂളൊന്നും മാറി കഴിഞ്ഞപ്പോഴത്തെ അന്നൊരു അപ്രതീക്ഷിതമായിട്ട് അവിടെ ഒരു ഏപ്രിൽ മാസത്തിൽ ഒരു സൈക്ലോണിക് സ്റ്റോം അടിച്ച്. അത് ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് ടോട്ടലായിട്ട് അവിടുത്തെ ഒരു മാറി, കോളേജിന് അന്തരീക്ഷം മാറി. നല്ല ഗ്രീൻസും എല്ലാം ഉണ്ടായി. അത് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല വർക്കായിരുന്നു. അത് 2 ഷെഡ്യൂൾ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നമ്മുടെ ഓട്ടോ എന്നുള്ള പടം മണിയമ്പൾ രാജു ചെയ്ത പടമാണ്. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനായിട്ട് മണിയമ്പൾ രാജുവും നമ്മുടെ വേണു നാഗവള്ളിയും ചെന്നൈ വരുന്നുണ്ട്. പാമൂര് ഹോട്ടലിൽ താമസിക്കുന്നു. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് അവർ വരുമ്പോൾ എന്നെ വിളിക്കും. അവിടെ ഞങ്ങൾ മീറ്റ് ചെയ്യും. അവിടെ വെച്ച് ചിലപ്പം ഡബ്ബിങ് ആണെങ്കിൽ അവിടെയും പോയി ഞാൻ കാണാറുണ്ട്. അപ്പം അന്നെനിക്ക് KRൻ്റെ പടത്തിൽ ഷൂട്ടിംഗ് ഇല്ല, ഈ ഗ്യാപ്പാണ് എപ്പോഴും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഒരു ദിവസം മണിയമ്പൾ രാജു പറഞ്ഞു, ഞാൻ നമ്പ്യാതിരി ഇപ്പോൾ ഒരു തമിഴ് പടം ചെയ്തു, ശോലയ്ക്കുയിൽ, അത് നല്ല പടമാണ് എന്ന് പറഞ്ഞ് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ശരി, ഞാനപ്പോൾ എൻ്റെ അന്ന് 300 രൂപയാണ്, 300 രൂപയ്ക്ക് ഒരു കാസറ്റ് വാങ്ങിക്കുന്നു. എന്നിട്ടൊരു VCP ഹയർ ചെയ്ത് പാങ്ങൂർ ഹോട്ടലിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കൂടെ കുരുങ്ങി ഒന്നും കാണാൻ വയ്യാതായി. ഞാൻ ആ പടം വേർത്ത് വിളിച്ചതല്ലാതായി. അപ്പം വേണമെന്നാൾ പറഞ്ഞ് കുഴപ്പമില്ല, നമുക്കത് ശരിയാക്കാമെന്ന് പറഞ്ഞ് പുള്ളി അന്ന് പിറ്റേ ദിവസമായിട്ട് പുള്ളി ട്രിവാൻഡ്രത്തേക്ക് പോകുന്നുണ്ട്, ഗ്യാപ്പുണ്ട്. പുള്ളി പോകുന്നു. പിന്നെ ഒരാഴ്ച വന്നപ്പോഴത്തേക്ക് വിളിക്കുന്നു, മണിയമ്പൾ രാജ വിളിക്കുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് പുള്ളി വേണുചാങ്കള്ളി, ഞാൻ വേണുചേട്ടനാണ് വിളിക്കുന്നത്. വേണുചേട്ടൻ പറഞ്ഞു, ഞാൻ പടം കണ്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഞാനിപ്പോൾ ഓട്ടോ വരെയും ചെയ്ത പടമെല്ലാം 30 mm ആണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ശോലയ്ക്കുയിൽ എന്ന് പറഞ്ഞ സിനിമാസ്കോപ്പിലായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത പടം എൻ്റെ സിനിമാസ്കോപ്പിലായിരിക്കും എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞതെന്ന് ഇത് പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ പൈസ കൊടുത്ത്
ചെന്നൈയിൽ നിന്നൊരു കാസറ്റ് വാങ്ങിച്ചിട്ടാണ് ട്രിവാൻഡ്രത്തേക്ക് പോയത്. അവിടെ കണ്ടു. അപ്പം അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, അപ്പം മണിയമ്പിളാജി പറഞ്ഞ് നമ്മുടെ ഒരു അടുത്തൊരു പടമില്ലേ, ഒരു അമേരിക്കൻ ഒരു കോണ്ടാക്റ്റുള്ളൊരു പടമുണ്ടല്ലോ, അത് ചെയ്യാൻ. അപ്പം ഒന്ന് മേടിച്ചിട്ട് പറഞ്ഞത്, അത് അമേരിക്കൻ കോണ്ടാക്റ്റ് ഉണ്ടോ വലിയ അറിയില്ല, പക്ഷേ അടുത്ത ഞാൻ പടം ചെയ്യുകയാണെങ്കിൽ അത് നമ്പ്യാതിയായിരിക്കും ക്യാമറ എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഇത് വരുന്നത്, ഈറ വനരാജയുടെ ഒരു നെക്സ്റ്റ് ഷെഡ്യൂൾ വരുന്നു. നെക്സ്റ്റ് ഷെഡ്യൂൾ പിന്നെ ഇവിടെ ഞങ്ങൾ ഒരു കെമ്മൻകുണ്ടി എന്ന് പറയും, അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് ഒരു സെൻറ്റ് മേരീസ് ഐലൻഡ് എന്ന സ്ഥലമുണ്ട്, അവിടെ ഷൂട്ടിംഗ് ഉണ്ട്. അതായത് ഇവിടെ സെൻറ്റ് മേരീസ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഈ മംഗലാപുരത്ത് നിന്നൊരു മാൽപ്പേ എന്നൊരു ഫിഷിംഗ് ഹാർബറുണ്ട്, അവിടുന്ന് ഒരു 3/4 മണിക്കൂർ കടലിനകത്ത് പോകണം, ചെറിയ ദ്വീപാണ്. പക്ഷെ അവിടെ സംഭവം ഉണ്ടായത്, അവിടെ ഞാൻ പിന്നെ പോയി, ഫസ്റ്റ് ഡേ പോയി, സെക്കൻഡ് ഡേ ഈവനിങ് സൺസെറ്റ് കഴിഞ്ഞാൽ വരുന്നത്. അപ്പോഴത്തേക്ക് കടൽ വളരെ വയലൻ്റായി, എല്ലാവരും പേടിച്ച് ഒക്കെ ആയി. അത് ഹിസ്റ്ററി റിപ്പീറ്റ്സ് എന്ന് പറയുന്ന പോലെ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഇതിൻ്റെ ഒരു പിന്നെ തമിഴ് വെർഷൻ, ഹിന്ദി വെർഷൻ ഉണ്ടായിരുന്നു, അഭി എന്ന് പറഞ്ഞിട്ട്. അതിന് ആ ലൊക്കേഷനിൽ പോയി. അന്ന് ഇതുപോലെ സെക്കൻഡ് ഡേ പ്രശ്നമുണ്ടായി. പിന്നെ ഒരു പിന്നെ രാജസേനൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, പിന്നെ അത് ആ പടത്തിനും അവിടെ പോയപ്പോൾ ഇമ്മിണി നല്ല റോൾ, അതിന് ഞങ്ങൾ അവിടെ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യാൻ, നല്ല ലൊക്കേഷനാണിത്. പിന്നെ അപ്പം എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു. ഒരു പെയിൻ വന്നു, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ കെയറിനെ വിളിച്ചു. കെയറിൻ്റെ നിന്നാണ് ഫണ്ടൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്, പേയ്മെൻറ്റൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ കെയർ പറഞ്ഞാൽ ശരി, ഇന്ന് വൈകിട്ട് ഷൂട്ടിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞു, നീ എങ്ങനെ അന്ന് വൈഫായിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുകയല്ലേ ഹോസ്പിറ്റലിൽ, എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞ്, നീയല്ല എൻ്റെ വൈഫല്ലേ പ്രസവിക്കുന്നത് ചോദിച്ചു. പിന്നെ പറഞ്ഞുള്ളത്, അദ്ദേഹത്തിൻ്റെ വൈഫ് അവിടെ ഹോസ്പിറ്റലിൽ വന്നു. അത് ഫസ്റ്റ് കുട്ടി ഉണ്ടാകുമ്പോൾ ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ എനിക്കറിയാം ഒരു സോങ് സിറ്റുവേഷൻ എനിക്കറിയാം. അതായത് അവിടെ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ഷാൻലിയേഴ്സൊക്കെ ഉള്ള സംഭവമാണ്. അപ്പോൾ എനിക്ക് ഒരു പ്ലാറ്റ്ഫോമുണ്ട്. അപ്പോൾ എനിക്കറിയാം അവിടെ പോയി പ്ലാറ്റ്ഫോമിൻ്റെ പൊസിഷൻ ശരിയല്ലെങ്കിൽ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്നൊരു ഓട്ടോ എടുത്ത് അവിടെ സ്റ്റുഡിയോയിൽ പോയി അതൊക്കെ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് നോക്കിയപ്പോൾ ഒന്നും ആയിട്ടില്ല. ഞാൻ വീട്ടിൽ പോയി പിന്നെ നേരത്തെ പറഞ്ഞ എക്സ്പോഷർ മീറ്ററൊക്കെ എടുത്ത് ബാക്കിയെല്ലാം എടുത്തിട്ട് ഒരു 3 മണിയായപ്പോഴത്തേക്ക് അവിടെ ഞാൻ സ്റ്റുഡിയോയിലെത്തി. പിന്നെ ലൈറ്റപ്പ് ചെയ്തു. ലൈറ്റപ്പ് എല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേക്ക് 6 മണിയായപ്പോഴത്തേക്ക് 5:45 ഞാൻ ഫോൺ ചെയ്തു അവിടെ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അതിനൊരു പ്രസവിച്ചു, ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ പോയി, ഞാൻ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ പണ ഈ KR പിന്നെ രഘുമാസ്റ്ററാണ്, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, വളരെ ഫേമസ് ഡാൻസ് മാസ്റ്ററാണ്. അപ്പോൾ അവർ വന്നു. അപ്പോൾ ആരോ പറഞ്ഞു, നമ്പി കുഴന്ത പറഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ ഇപ്പോൾ പാക്കിലേ, ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ആദ്യം പോയി കുട്ടിയെ കാണുന്നു, എന്നിട്ട് മാത്രമേ ഷൂട്ടിംഗ് ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ പ്രൊഡക്ഷൻ വണ്ടിയിൽ ഞാൻ പോയി കുട്ടിയെ കാണുന്നു. രാത്രി ഷൂട്ട് ചെയ്യുന്നു. ഒരു ആൾമോസ്റ്റ് ഒരു ഫുൾ നൈറ്റ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഒരു വെളുപ്പിനെ, ഫുൾ നൈറ്റല്ല, ഒരു വെളുപ്പിനെ ഒരു 5 മണിയാണ്ടപ്പോൾ തീർന്നു. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല. അപ്പം ഞാൻ 7 മണിയായപ്പോഴത്തേക്ക് ഒരു ഫോൺ വരുന്നു. ഫോൺ വന്നപ്പോഴേ വിളിച്ച്, ഞാൻ വേണുനാഗവള്ളിയാണ്, നമ്പേരിയല്ലേ അതെ. ഞാൻ പറഞ്ഞു, അവള് പറഞ്ഞു, ഒരു വലിയ പടമുണ്ട്, ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞുണ്ട്. അതാണ് ലാൽസലാം. ലാൽസലാം ഒരു സീനുണ്ട്, അത് ഈ മോഹൻലാലും ഗീതയും തമ്മിൽ ഒരു ഗസ്റ്റ് ഹൗസ് വെച്ച് രാത്രി കാണുന്ന സംഭവമുണ്ട്. അത് രാത്രി ഞങ്ങളൊരു ഷിഫ്റ്റ് ചെയ്ത് പോയി രാത്രിയാണ് ഷൂട്ട് ചെയ്ത് അവിടെ ഒരു വെളിയിലൊക്കെ ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ നോയ്സി ആയിരുന്നു ഈ സ്ഥലമൊക്കെ. ഒരു ഡയലോഗിൽ മോഹൻലാൽ ഷൗട്ട് ചെയ്ത് പറഞ്ഞ ഒരു പോഷുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക്